ഹായ് അമീസേ, എല്ലാവരും സുഖമാണ്, സേഫാണെന്നൊക്കെ വിചാരിക്കുന്നു. ഏകദേശം 1 മന്തായി ഞാനൊരു വീഡിയോസ് ഇട്ടിട്ട്. മറ്റൊന്നുമില്ല, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. എക്സാമും എല്ലാം കൂടിയായിട്ട് ആകപ്പാട് ഇതിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പിസോഡ്സ് ഒന്നും ഇടാൻ കഴിച്ചില്ല. പിന്നെ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് ടൈമുള്ളൂ അതിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെന്താ, ഞാൻ കുറച്ച് ചേഞ്ചിന് വേണ്ടിയിട്ട് ടൈം മാസ്റ്റർ യൂസ് ചെയ്യാൻ വിചാരിച്ചു. ഇത്രയും കാലം ഇതിലാണ് ചെയ്തൊക്കെയാണ്, എന്താ പറയുക, ഇൻഷോട്ടിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ തോന്നി ഇനി ഇതിൽ ചെയ്തിട്ട് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ചെയ്തു. എനിക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. എന്നാലും കഴിയുമെന്ന് കരുതുന്നു. എന്താണ് കുറെ നേരയില് തുടങ്ങിയിട്ട് നോക്കാമല്ലോ. ഞാൻ എന്താ അത്രയ്ക്കും ചുരുക്ക? എന്ത്? ഞാൻ ഞാൻ നിന്നെ നോക്കിയെന്നു? നീ ഒന്ന് പൊക്കേ. ഞാൻ നിന്നെന്തിനാ നോക്കേണ്ട ആവശ്യം? നീ ഒന്ന് അതെ അതെ അതെ, നീ എന്നെ നോക്കിയിട്ടില്ല. അതെനിക്ക് വെറും തോന്നിയത്. അല്ല, നിനക്ക് എന്ന് മുതലേ വിക്ക് തുടങ്ങിയത്? വിക്കോ? ആര് വിക്കി? എപ്പ വിക്കി? നീ എന്താടേക്ക് പറയുന്നേ? നിന്റെ കിളിമൊത്തം അടിച്ചു പോയോ? ഞാൻ അവിടെ വിക്കിയിട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നീയല്ല, ഞാനാ വിക്കിയത്. ഞാൻ പെട്ടെന്ന് മറന്നുപോയതാ. അതാ ഞാൻ നീയല്ലേ വിക്കിയെന്ന് ചോദിച്ചു. ഓക്കെ ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നാളെയാണ് പ്രോഗ്രാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ കടന്ന് വിൽക്കേണ്ടി വരും. എന്തായി? റെഡിയായി? ഓക്കെ ആയിന്. എന്നാ എടുത്തേക്ക്, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. നീ കഴിക്കുന്നില്ലേ? ഇല്ല. അതെന്താ നീ കഴിക്കാത്തെ? വേണ്ട സാർ, സാറൊന്ന് വേഗം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ പോവായിരുന്നു. നീ അടിക്കോ? ആ, എന്നാ ഒരു കമ്പനി ഉണ്ടാ. പിന്നെ നീ എന്താടാ വിചാരിച്ചേ? ഞാൻ നന്നായി എന്നോ? നീ കാരണം ഞാൻ അനുഭവിച്ചതെല്ലാം നീയും അനുഭവിക്കും. വേറൊരു എഡിറ്റ് ചെയ്ത വീഡിയോ വെച്ച് എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചില്ലേ? ദേ ആരോമേനോനാണ്. അങ്ങനെയൊന്നും ഞാൻ തോറ്റെടുക്കത്തില്ല. നിന്റെ കയപ്പ് ഞാൻ ഇന്നത്തോടെ തീർക്കും. നീ കാരണം ഞാൻ എത്ര വേദന അനുഭവിച്ചെന്ന് അത് നീയും അറിയണം. പ്ലീസ് എന്റെ വീട് കിച്ചു. വേണ്ട കിച്ചു, വേണ്ട പ്ലീസ്. Kichu, who are you? How do you know me?
എന്നെ ലോകത്താകെ 3 പേരെ ഞാൻ വിളിക്കാറുള്ളൂ. ഒന്നെൻ്റെ അമ്മയും, ഒന്ന് പിന്നെ സിസ്റ്റർ അമ്മയും. സിസ്റ്റർ അമ്മ മരിച്ചു. അപ്പൊ നീ എൻ്റെ ഓ മനുഷ്യന് ദേഷ്യം വന്നിട്ടാണ്. ഇവിടെ എന്തൊരു ഒറ്റ മനുഷ്യ കുഞ്ഞിനെ പോലും കാണാത്തത്. എപ്പോ വന്ന് നിക്കൽ തുടങ്ങിയതാ? എന്താ മോനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ആരെയും വെയിറ്റ് ചെയ്യണോ? ഒന്നുമില്ല കേട്ടാ, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയതാ. അല്ല, ഈ നട്ടപ്പാതിരക്ക് നീ എങ്ങോട്ടായി പോകുന്നേ? അതെന്തിനപ്പോ താൻ അറിയേണ്ട കാര്യം? ഐ ചൂടാവില്ല മോനെ, ചേട്ടന്മാരൊന്നും വെറുതെ ചോദിച്ചെന്നേലുള്ളൂ. ഇതവനല്ലേ? അവനെന്താ അവന്മാരൊപ്പം നിൽക്കുന്നേ? എന്തേലൊക്കെ ആവട്ടെ. ആ പോയ സിയാനല്ലേ? അവനൊന്ന് വണ്ടി നിർത്തി കൂടിയല്ലേ? പച്ചേറ്റ കൈയെടുക്കടോ മേത്തന്ന്. മോനെ, ഇതൊക്കെ ഒരു രസല്ലേ? മോനെന്തിനു വെറുതെ ചൂടാവുന്നേ? തന്നോട് കൈയെടുക്കാനാ പറഞ്ഞേ. ചെറുക്ക വല്ലാതെ മെയിനാവില്ലേ? നിന്നെ ഇവിടുന്ന് ഒരു കുട്ടി പോലും രക്ഷിക്കാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ പ്രോബ്ലം? നീ ഏതാടാ ചെക്ക? വെറുതെ തടി കേടെടുക്കാതെ പണി നോക്കിപ്പോ. എന്ത് വർത്താനാണ് ചേട്ടാ? ഇതെന്റെ പണി തന്നെയാണ്. എന്ത് വഴിയെ കൂടെ പോകുന്ന കല്ലൊക്കെ എരന്ന് വാങ്ങലോ? അല്ല, എന്റെ ചെക്കനെ നോക്കല്. അതിലെ നീ പോയി വണ്ടി കയറി. അങ്ങനെ പെട്ടെന്നട് പോയാലോ? ഇവൻ നന്നാവാൻ സമ്മതിക്കില്ല. നീ പോയി വണ്ടി കയറി. എടോ താങ്ക്സ്. അല്ല, അവന്മാരായിട്ട് എന്തെങ്കിലും പ്രശ്നം? എന്നെ നന്നാക്കണ മാതിരി അവന്മാരെ നന്നാക്കാൻ നോക്കിയതാ? അല്ല, നീ എങ്ങോട്ടാ പോയി രാത്രി? അത് പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സിക്ക് നോഹേനെ കൂട്ടാൻ പോയിരുന്നു. അപ്പോഴാ കാറ് ബ്രേക്ക് ഡൗൺ ആയത്. അല്ല, താനെങ്ങോട്ടാ? അത് നീ അറിയേണ്ട ഒരു കാര്യമില്ല. മിണ്ടാതെ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇറക്കിയിടും. ഇവന്മാര് തന്നോടെ പോയി കിടക്കുക. എത്ര നേരായി ഇവിടുന്ന് പോയിട്ട്? ബേബി, നീ ഇങ്ങോട്ട് നോക്ക്. അവന്മാര് വന്നോളൂ. അവന്മാര് കൊച്ചു കുട്ടികളൊന്നുമല്ല. ആകെപ്പാടെ നിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈമാ. ആ ടൈമിൽ നീ അവന്മാരെ ഓർക്കല്ലേ? അല്ലെങ്കിൽ ഈ മതിൽ ചാടി അവന്മാരെ കണ്ണും വെട്ടിച്ച് വരാൻ ഞാൻ പെടുന്നൊരു പാട്. നിനക്കതൊക്കെ പറയാം. അവന്മാരെ തന്തേതല്ല എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാ പോയിന്. അവന്മാർക്ക് എന്തെങ്കിലും പറ്റിയ? എന്റെ ദൈവമേ, ഇവന്മാരെങ്ങാനും കഴിഞ്ഞ ജന്മത്തിൽ എന്റെ എനിമീസ് വലുതായിരുന്നു. കോളേജിൽ ചെന്ന് അവിടെയും സ്വയം തരില്ല, ഒന്ന് റൊമാൻസും ചെയ്യാൻ സമ്മതിക്കില്ല. എൻ്റെ ഒപ്പം പഠിച്ചവരെല്ലാം കെട്ടി. എന്തിന്, ഞാൻ പഠിപ്പിച്ചവർ കെട്ടി. അവരുടെ കുട്ടികൾ കെട്ടാനുമായി. ഇപ്പോഴും ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുക. എന്നാണാവോ ഇനി എൻ്റെ മാവ് പൂക്കുക? എങ്ങാനും ഞാൻ സിംഗിളായി ചത്തിട്ടുണ്ടെങ്കിൽ അവന്മാരെ ഞാൻ കെട്ടാൻ സമ്മതിക്കൂല. ഞാൻ പ്രേതമായി വന്ന അവന്മാരെ കല്യാണം മുടക്കും. എന്താടാ നിനക്ക് നോക്കി കളിക്കാന്ന് വെച്ചല്ലേ? അത് സ്ലിപ്പായതാ. എന്നെ മേത്തുനിന്ന് നീക്കി. അതെന്തിനാ? ഇങ്ങനെ നിൽക്കാനല്ലേ സുഖം. ആണല്ലേ? എന്നാ ഇപ്പൊ കാണിച്ചരാ. വിടടാ വിടടാ, അവിടുന്ന് വിടടാ. നമ്മുടെ ഭാവി വൃത്തിക്ക് അവിടെ പിടിക്കാത്തടാ. എന്നാ നീക്കി. ഹലോ ഗൈസ്, നിങ്ങളെത്തി? ഞങ്ങൾ വന്നിട്ട് ഒരു 10-20 കൊല്ലായി. അതല്ലളിയ, നിങ്ങൾ ഇവിടെ എത്തിയെന്നാ ചോദിച്ചേ. പിടുത്തെത്തി. നീ പേടിക്കണ്ട, ഒരു ശകലേ കണ്ടുള്ളൂ. പന്നത്തേണ്ടി. ഒന്നുമില്ല, നമുക്ക് പോവണ്ടേ? നല്ല ക്ഷീണം. അതല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തതിന്റെ ക്ഷീണം എന്നാ ഉദ്ദേശിച്ചത്. ഇനി ഞങ്ങളെന്ത് ഉദ്ദേശിച്ചു എന്നാ നീ പറഞ്ഞേ? ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല, അല്ലടാ? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. വാ പോവാ. ബേബി പ്ലീസ്, ബേബി ഒരു കിസ്സെങ്കിലും താ ബേബി. ഓക്കെ, എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നു.
ഓ അപ്പൊ താൻ പോവല്ലേ എന്റെ തന്നെ കിട്ടൂലെന്ന് പറഞ്ഞപ്പോ എന്നിട്ടാണ് മേരിക്കുട്ടി ടീച്ചറെ ഓടിക്കുക എനിക്ക് അപ്പോഴേ അവളെ ഡൗട്ട് ചെയ്യുന്നു